ഇന്ത്യൻ രാഷ്ട്രീയം വളരെ ഞെട്ടലോടെ കേട്ട ഒരു വാർത്തയാണ് കഴിഞ്ഞ ദിവസം ബീഹാറിൽ നിന്നും പുറത്തു വന്നത്. ബീഹാർ മുഖ്യമന്ത്രിയായ നിതീഷ് കുമാർ സ്ഥാനം രാജിവെച്ചുകൊണ്ട് രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു എന്നതായിരുന്നു ആ വാർത്ത. ഒരുപക്ഷെ ഇന്ത്യയിലെ രാഷ്ട്രീയ നേതൃത്വങ്ങളെല്ലാം തന്നെ അങ്ങേയറ്റം ഞെട്ടിച്ച വളരെ അപ്രതീക്ഷിതമായിട്ട് പുറത്തു വന്ന ഒരു രാജ്യപ്രഖ്യാപനമായിരുന്നു നിതീഷ് കുമാറിന്റേത്. കഴിഞ്ഞ 10 വർഷമായിട്ട് തുടർച്ചയായി ബീഹാറിൽ മുഖ്യമന്ത്രി പദത്തിൽ ഇരിക്കുന്ന വ്യക്തിയാണ് നിതീഷ് കുമാർ. 2005 മുതൽ അദ്ദേഹം മുഖ്യമന്ത്രി പദത്തിൽ ഉണ്ട്. അത്തരത്തിലൊരു വ്യക്തി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ NDAയുടെ മുഖമായി നിന്ന് അവിടെ മുന്നണിയെ വിജയത്തിലേക്ക് നയിച്ച ഒരു വ്യക്തി എന്തുകൊണ്ട് പൊടുന്നനെ മുഖ്യമന്ത്രി പദം BJPക്ക് അടിയറ വെച്ചു എന്നുള്ള ഒരു വലിയ ചോദ്യമാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇപ്പോൾ ഉയർന്ന് കേൾക്കുന്നത്. അതിന്റെ അണിയറ രഹസ്യങ്ങൾ എന്താണ്, നിതീഷ് കുമാർ പുറത്ത് അല്ലെങ്കിൽ ഈ മുഖ്യമന്ത്രി പദം രാജിവെക്കാനുണ്ടായ കാരണങ്ങൾ എന്നത് സംബന്ധിച്ചുള്ള ചില വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അതിലേക്കാണ് നമ്മൾ പോകുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ വർഷം നവംബറിലാണ് ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. NDA തങ്ങളുടെ മുഖമായിട്ട് നിതീഷ് കുമാറിനെ ഉയർത്തിക്കാട്ടിയാണ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. ആദ്യ സമയം തെരഞ്ഞെടുപ്പിന്റെ തുടക്കത്തിൽ BJPയുടെ മുൻ ദേശീയ അധ്യക്ഷനും നിലവിലെ ആഭ്യന്തരമന്ത്രിയുമൊക്കെ അമിത്ഷാ പലതവണ ബീഹാറിൽ പ്രചരണം നടത്താൻ എത്തിയപ്പോഴൊക്കെ തന്നെ അദ്ദേഹത്തോട് ആരാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്നുള്ള ചോദ്യം ഉയർത്തിയെങ്കിലും അദ്ദേഹം അതിന് വ്യക്തമായ ഒരു മറുപടി നൽകിയില്ല. തങ്ങളെ നയിക്കുക നിതീഷ് കുമാർ ആണ് എന്ന് തുറന്നു പറയാൻ അദ്ദേഹം തുടക്കത്തിൽ സന്നദ്ധനായില്ല. എന്നാൽ പിന്നീട് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ പ്രചരണ പ്രവർത്തനങ്ങൾ ഊർജിതമായിട്ട് മുന്നോട്ട് പോയി തെരഞ്ഞെടുപ്പ് ശക്തമായി മുന്നോട്ട് പോകുന്നതിന് സമയത്ത് മാത്രമാണ് നിതീഷ് കുമാർ തങ്ങളെ നയിക്കുമെന്ന് മനസ്സില്ലാ മനസ്സോടുകൂടി BJP അവിടെ പ്രഖ്യാപിച്ചത്. അത് മറ്റു ചില ലക്ഷ്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ടായിരുന്നു എന്നത് ഇപ്പോൾ നമുക്ക് വ്യക്തമാകുന്നുണ്ട്. അങ്ങനെ NDAയുടെ മുഖമായിട്ട് നിതീഷ് കുമാറിനെ നിർത്തിയ തെരഞ്ഞെടുപ്പിനെ BJP നേരിട്ടു. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം നിതീഷ് കുമാർ അവിടെ വളരെ ജനപ്രിയനായിട്ടുള്ള ഒരു നേതാവാണ്. പ്രത്യേകിച്ചും സ്ത്രീകൾക്കിടയിൽ വലിയൊരു അംഗീകാരമുള്ള സ്വാധീനമുള്ള ഒരു ജനകീയ നേതാവാണ് നിതീഷ് കുമാർ. അത്തരത്തിലൊരു നേതാവിനെ പൊടുന്നനെ മാറ്റിയാൽ അത് തെരഞ്ഞെടുപ്പിൽ തങ്ങൾക്ക് വലിയ തിരിച്ചടി ഉണ്ടാക്കും എന്ന തിരിച്ചറിവാണ് നിതീഷ് കുമാറിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ BJPയെ പ്രേരിപ്പിച്ച പ്രധാനപ്പെട്ട ഘടകം. എന്തായാലും നിതീഷ് കുമാറിനെ മുന്നിൽ നിർത്താനുള്ള തീരുമാനം വിജയിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. വലിയ വിജയമാണ് അവിടെ NDA കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേടിയത്. 89 സീറ്റുകളുമായിട്ട് BJP ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായപ്പോൾ 84 സീറ്റുകളുമായിട്ട് തൊട്ടു പിന്നിൽ JDUവും എത്തിയിരുന്നു. അതിന് തൊട്ടു മുമ്പ് 2020 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വെറും 42 സീറ്റുകൾ മാത്രമാണ് JDUവിന് ലഭിച്ചത്. അവിടെ നിന്നും ഇരട്ടിയോളം സീറ്റുകൾ സ്വന്തമാക്കാൻ നിതീഷ് കുമാറിന്റെ പാർട്ടിക്ക് കഴിഞ്ഞു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു. എങ്കിൽ പോലും BJPക്ക് പിന്നിലായി എന്നുള്ള ഒരു ദുഃഖം നിതീഷ് കുമാറിന് ഉണ്ടായതും നമുക്ക് തള്ളിക്കളയാൻ കഴിയാത്തൊരു കാര്യമാണ്. എന്തായാലും BJP അത് സത്യം പറഞ്ഞാൽ വലിയ രീതിയിൽ ആഗ്രഹിച്ചിരുന്ന തരത്തിലുള്ള ഒരു സീറ്റ് ഷെയറിംഗ് ആണ് അവിടെ നടന്നത്. 89 സീറ്റുമായിട്ട് വലിയ ഒറ്റകക്ഷിയാകുന്നു. തൊട്ടു പിന്നിൽ 84 സീറ്റുമായിട്ട് JDUവും ഉണ്ട്. അങ്ങനെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായിട്ടും മുഖ്യമന്ത്രി പദം നിതീഷ് കുമാറിന് നൽകാൻ BJP സന്നദ്ധമായി. അതും ഈ പറഞ്ഞതുപോലെ മനസ്സില്ലാ മനസ്സോടുകൂടിയാണ്. കാരണം മറ്റ് പല സംസ്ഥാനങ്ങളിലും സഖ്യകക്ഷി ഭരണത്തിലുള്ള സംസ്ഥാനങ്ങളിൽ പോലും മുഖ്യമന്ത്രി പദം BJP മറ്റാർക്കും വിട്ടുകൊടുക്കാറില്ല. ഹിന്ദി ഹൃദയഭൂമിയായ ബീഹാറിൽ ഇതുവരെയും BJPക്ക് ഒരു മുഖ്യമന്ത്രി പദം ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ കുറെ കാലമായിട്ട് JDUവുമായി ചേർന്ന് അവർ മത്സരിക്കുകയാണ്, ഭരിക്കുകയാണ്. പക്ഷേ അപ്പോഴും മുഖ്യമന്ത്രി പദം നിതീഷ് കുമാറിന് മാറ്റിവെക്കേണ്ട ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തവണയും നിതീഷ് കുമാറിന് വീണ്ടും മുഖ്യമന്ത്രി പദം കൊടുക്കുമ്പോൾ അവിടെ BJPക്ക് പലതരത്തിലുള്ള മാനസികമായിട്ടുള്ള വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നെങ്കിൽ പോലും അവര് നിതീഷ് കുമാറിനെ മുഖ്യമന്ത്രിയായിട്ട് അവരോധിച്ച് അവിടെ അധികാരത്തിലേറുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. അവിടെ അധികാരത്തിലേറിയതിന്റെ 3 മാസം പിന്നിടുമ്പോഴേക്കുമാണ് നിതീഷ് കുമാറിന്റെ രാജ്യപ്രഖ്യാപനം ഉണ്ടാകുന്നത്. അതിന് പിന്നിൽ BJPയുടെ വലിയ സമ്മർദ്ദം ഉണ്ടായി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്കറിയാം, നിതീഷ് കുമാർ തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന സമയത്ത് തന്നെ അദ്ദേഹത്തിന്റെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉയർത്തിക്കാട്ടി വലിയ രീതിയിലുള്ള പ്രചരണങ്ങൾ ഉണ്ടായിരുന്നു. പലതരത്തിലുള്ള വാർത്തകൾ പുറത്തുനിന്നു. അദ്ദേഹം അനാരോഗ്യം കാരണം ബുദ്ധിമുട്ടുകയാണ്. അദ്ദേഹം ഇപ്പോൾ മുഖ്യമന്ത്രി ആയാൽ പോലും അത് അദ്ദേഹം കാലാവധി പൂർത്തിയാക്കാൻ അദ്ദേഹത്തിന് കഴിയില്ല എന്ന തരത്തിലുള്ള പ്രചരണങ്ങളും വാർത്തകളും എല്ലാം അന്നേ പുറത്തു വന്നിരുന്നതാണ്. എന്തായാലും ഇപ്പോൾ ഒരു പക്ഷേ കഴിഞ്ഞ മുഖ്യമന്ത്രി പദം ഏറ്റെടുത്തതിന് ശേഷം നിതീഷ് കുമാറിനും ഉണ്ടായ പലതരത്തിലുള്ള പെരുമാറ്റങ്ങൾ അത് പൊതുസമൂഹത്തിന് മുന്നിൽ, ബീഹാറിന് മുന്നിൽ മുഖ്യമന്ത്രിയെ തന്നെ തിരിച്ചടിയാകുന്ന തരത്തിൽ നിതീഷ് കുമാറിന്റെ പ്രതിച്ഛായയ്ക്ക് കളങ്കം വരുത്തുന്ന തരത്തിലുള്ള പല പ്രതികരണങ്ങളും അദ്ദേഹത്തിൽ നിന്നും ഉണ്ടായി.
അതൊക്കെ തന്നെ BJP ലാക്കാക്കി വെച്ചിരിക്കുകയായിരുന്നു. അതൊക്കെ തന്നെ മുതലാക്കാൻ അത്തരം കാര്യങ്ങളൊക്കെ തന്നെ തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാൻ BJP കച്ചകെട്ടി ഇരിക്കുകയായിരുന്നു. ഒരവസരം വന്നപ്പോൾ BJP അത് പ്രയോഗിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പല സമ്മർദ്ദങ്ങളും പ്രയോഗിച്ചുകൊണ്ട് നിതീഷ് കുമാറിനെ രാജ്യസഭയിലേക്ക് അയക്കുക എന്ന തീരുമാനത്തിലേക്ക് BJP എത്തുകയായിരുന്നു. അതിനെ നിതീഷ് കുമാർ വഴങ്ങുകയും ചെയ്തു എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. എന്തായാലും നിതീഷ് കുമാർ രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുകയാണ്. അദ്ദേഹം മുഖ്യമന്ത്രി പദം ഒഴിഞ്ഞിരിക്കുന്നു. ഇനിയിപ്പോൾ BJPയുടെ ഒരു മുഖ്യമന്ത്രി ചരിത്രത്തിൽ ആദ്യമായിട്ട് ബീഹാറിൽ അധികാരത്തിൽ വരാൻ പോവുകയാണ്. അതിനൊപ്പം തന്നെ നിതീഷ് കുമാറിന്റെ മകൻ നിഷാന്ത് കുമാറിനെ രാഷ്ട്രീയത്തിലേക്ക് ഇറക്കാനുള്ള ഒരു നീക്കവും നടക്കുന്നുണ്ട്. നിഷാന്ത് രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ പറഞ്ഞു കേൾക്കുന്നത് അദ്ദേഹത്തിന് ഒരു പക്ഷേ BJP മുഖ്യമന്ത്രിയുടെ കീഴിൽ ഒരു ഉപമുഖ്യമന്ത്രി പദം ലഭിക്കുമെന്നാണ്. അതിനും BJPക്ക് വലിയ ഒരു ബുദ്ധിമുട്ടില്ല. കാരണം രാഷ്ട്രീയത്തിൽ അത്ര പരിചയമില്ലാത്ത ഒരു വ്യക്തിയാണ് ഈ നിഷാന്ത് കുമാർ. അദ്ദേഹത്തിന്റെ പേര് ആദ്യമായിട്ടാണ് രാഷ്ട്രീയത്തിൽ പറഞ്ഞു കേൾക്കുന്നത്. അത്തരത്തിലുള്ള ഒരു വ്യക്തിക്ക് ഉപമുഖ്യമന്ത്രി പദം കൊടുത്താലും തങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയും എന്നുള്ള ഒരു വിശ്വാസം കൂടി, അത്തരമൊരു താല്പര്യം കൂടി BJPക്ക് ഉണ്ട്. അതുകൊണ്ട് നിഷാന്തിന് ഉപമുഖ്യമന്ത്രി പദം കൊടുത്താലും വലിയ കുഴപ്പമൊന്നുമില്ല, മുഖ്യമന്ത്രി പദം തങ്ങൾക്ക് കിട്ടിയല്ലോ എന്നുള്ള വലിയ ഒരു ബമ്പറടിച്ച സന്തോഷത്തിലാണ് BJP ഇപ്പോൾ ഉള്ളത്. അതിനിടയ്ക്ക് BJPയും നിതീഷ് കുമാറും തമ്മിൽ ചില വിഷയങ്ങളിൽ തർക്കങ്ങൾ ഉണ്ടായി എന്നതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതിൽ BJP ഉന്നയിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് ബീഹാറിലെ മദ്യനിരോധനം ആണ്. മദ്യനിരോധനം എടുത്തു കളയണം എന്നതാണ് BJPയുടെ ഒരു ആവശ്യം. BJP പറയുന്നത് മദ്യനിരോധനം കാരണം സംസ്ഥാനത്തിന് പ്രതിവർഷം ഏതാണ്ട് 30,000 കോടിയോളം രൂപയുടെ നഷ്ടമുണ്ടാകുന്നു. അതുകൊണ്ട് മദ്യനിരോധനം എടുത്തു കളയണം എന്ന ഒരു ആവശ്യം BJP മുന്നോട്ട് വെക്കുമ്പോൾ നിതീഷ് കുമാർ അതിനെ എതിർക്കുകയായിരുന്നു. കാരണം നിതീഷ് കുമാർ തുടർച്ചയായിട്ട് അധികാരത്തിൽ വന്നിരുന്നത് മുൻപ് അദ്ദേഹം സംസ്ഥാനത്ത് നടപ്പിലാക്കിയ മദ്യനിരോധനത്തിന്റെ പേരിലാണ്. ധാരാളം മദ്യം ഉപഭോഗ സംസ്ഥാനമായിരുന്നു. മദ്യോപഭോഗ സംസ്ഥാനങ്ങളിൽ മുൻപന്തിൽ നിന്നതായിരുന്നു ബീഹാർ. അത് അവിടുത്തെ സ്ത്രീകളെ ഉൾപ്പെടെ വലിയ രീതിയിൽ പ്രതികൂലമായി ബാധിച്ചു. സ്ത്രീകളെ ജീവിതം ദുരിതത്തിലാകുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ്. അതിന് പരിഹാരം എന്നുള്ള നിലയിലാണ് നിതീഷ് കുമാർ അവിടെ മദ്യനിരോധനം നടപ്പിലാക്കി. അത് സ്ത്രീകൾക്ക് വലിയ രീതിയിൽ ഒരു ഉണർവും ഉന്മേഷവും അവരുടെ ജീവിതം മെച്ചപ്പെടുന്നതിനും ഒക്കെ തന്നെ കാരണമായ ഒരു തീരുമാനമാണ്. അതുകൊണ്ടുകൂടിയാണ് ബീഹാറിലെ സ്ത്രീ സമൂഹം ഒന്നടങ്കം നിതീഷ് കുമാറിന് പിന്തുണയുമായിട്ട് നിൽക്കുന്നത്. അത്തരത്തിലൊരു തീരുമാനം അങ്ങനെ എടുത്ത് നിതീഷ് കുമാർ നടപ്പിലാക്കിയ ഒരു തീരുമാനം അത് പിൻവലിക്കണം, ആ മദ്യനിരോധനം എടുത്തു കളയണം എന്ന ഉറച്ച നിലപാടിലാണ് BJP ഉള്ളത്. അതിൽ നിതീഷ് കുമാറും BJPയും തമ്മിൽ ശക്തമായൊരു തർക്കം നിലനിന്നിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും BJPയുടെ മുഖ്യമന്ത്രി വന്നു കഴിഞ്ഞാൽ അവിടെ ആ മദ്യനിരോധനം എടുത്തു കളയും എന്നത് ഉറപ്പായിട്ടുണ്ട്. അതെങ്ങനെയാകും ബീഹാറിലെ സ്ത്രീജനങ്ങൾ അതിനോട് പ്രതികരിക്കുക? നിതീഷിനെ മുൻനിർത്തി ഈ കാര്യങ്ങളൊക്കെ തന്നെ ഉറപ്പ് കൊടുത്തത് കൊണ്ടാണ് ഒരിക്കൽ കൂടി ബീഹാറിലെ സ്ത്രീ സമൂഹം നിതീഷിനും അദ്ദേഹത്തിന് മുന്നണിക്കും വോട്ട് ചെയ്തത്. അങ്ങനെ വോട്ട് നേടി വിജയിച്ച് വന്ന ശേഷം BJP ആ മുഖ്യമന്ത്രിയെ എടുത്തു മാറ്റി സ്വയം മുഖ്യമന്ത്രി പദത്തിലേക്ക് വരികയും ആ നയങ്ങളൊക്കെ തന്നെ മാറ്റുകയും ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതിനെ ബീഹാറിലെ ജനത, പ്രത്യേകിച്ചും സ്ത്രീ സമൂഹം എങ്ങനെയാകും കാണുക, അതിനോട് എങ്ങനെയാകും അവർ പ്രതികരിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒപ്പം തന്നെ BJP മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ നടപ്പിലാക്കുന്ന ഈ പ്രാദേശിക കക്ഷികളെ വിഴുങ്ങുന്ന ഒരു സമീപനം, അവരുടെ ഒപ്പം നിന്ന് വളർന്ന ശേഷം അവരെ കറിവേപ്പില പോലെ വലിച്ചെറിയുന്ന ഒരു സമീപനം BJPക്ക് പല സംസ്ഥാനങ്ങളിലും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതിന്റെ ഒരു തുടർച്ചയായിട്ട് മാത്രമേ നമുക്ക് ബീഹാറിലെ ഈ സംഭവത്തെ കാണാൻ കഴിയുകയുള്ളൂ. JDU എന്ന് പറയുന്നത് നിതീഷ് കുമാർ എന്ന് പറയുന്ന ഒറ്റ വ്യക്തിയിൽ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു പാർട്ടിയാണ്. നിതീഷ് കുമാർ ഇല്ലാതായാൽ ആ പാർട്ടി തന്നെ പ്രസക്തമായി പോകും. അങ്ങനെ ബീഹാറിൽ പൂർണ്ണമായിട്ടും ഭരണം തങ്ങൾക്ക് പിടിക്കാൻ കഴിയും. വരുന്ന തെരഞ്ഞെടുപ്പുകളൊക്കെ തന്നെ ഒറ്റയ്ക്ക് നിന്ന് JDUവിനെ ഇല്ലാതാക്കിക്കൊണ്ട് അവിടെ തങ്ങളുടെ അധീശത്വം ഉറപ്പിക്കാൻ കഴിയും എന്നൊരു പ്രതീക്ഷ കൂടി BJPക്കുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി മനസ്സിൽ വെച്ചുകൊണ്ട് അത് നടപ്പിലാക്കാൻ പറ്റിയ ഏറ്റവും അനുയോജ്യമായ ഒരു സമയത്ത് അവർ ആ ആയുധം പ്രയോഗിച്ചെന്നാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നതായാലും നിതീഷ് കുമാറിന്റെ രാജിയിൽ JDUവിൽ ശക്തമായിട്ടുള്ള എതിർപ്പുകൾ ഉയർന്നിട്ടുണ്ടെന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. കഴിഞ്ഞ ദിവസം JDUവിന്റെ ആയിരക്കണക്കിന് പ്രവർത്തകരാണ് നിതീഷ് കുമാറിന്റെ വസതിക്ക് മുന്നിലെത്തി പൊട്ടിക്കരഞ്ഞുകൊണ്ട് പ്രതിഷേധ പ്രകടനവുമായിട്ട് ഉൾപ്പെടെ രംഗത്ത് വന്നത്. BJPക്ക് അടിയറ വെക്കരുത്, ഈ മുഖ്യമന്ത്രി പദം BJPക്ക് അടിയറ വെക്കരുത് എന്നുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉയർത്തിക്കൊണ്ട് നേതാക്കളും പ്രവർത്തകരും എല്ലാം പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിതീഷ് കുമാറിന്റെ വസതിക്ക് മുന്നിൽ പ്രതിഷേധിക്കുന്ന BJPക്കെതിരെ എന്ന് പറയാവുന്ന രീതിയിൽ ശക്തമായ പ്രതിഷേധം അവിടെ നമ്മൾ കണ്ടതാണ്. അത് വരും ദിനങ്ങളിൽ എങ്ങനെയാകും JDUവിന്റെ പ്രവർത്തകർ
ഈ BJP-യുടെ നീക്കത്തെ കാണുക, അതിനോട് എങ്ങനെയാകും അവര് പ്രതികരിക്കുക എന്നതൊക്കെ തന്നെ വളരെ ഉത്തരം കിട്ടേണ്ട ചോദ്യങ്ങൾ തന്നെയാണ്. ഒരുപക്ഷെ അവിടെ JDU-വിലെ MLA-മാർ ഉൾപ്പെടെയുള്ളവർ ഇതിനോട് പൂർണ്ണമായും അംഗീകരിക്കുമോ എന്നതും നമുക്ക് സംശയമാണ്. കാരണം ഏതെങ്കിലും പ്രധാനപ്പെട്ട നേതാക്കളുമായിട്ട് കൂടിയാലോചിക്കുകയോ അവരുടെ അഭിപ്രായം തേടുകയോ ചെയ്ത ശേഷമല്ല നിതീഷ് കുമാർ ഇങ്ങനെയൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് പാർട്ടിക്കുള്ളിൽ പോലും പല നേതാക്കൾക്കും ഇക്കാര്യത്തിൽ അമർഷമുണ്ട്. എന്തിന് മുഖ്യമന്ത്രി പദം പൊടുന്നനെ ഒരു 3 മാസത്തിന് ശേഷം, വെറും 3 മാസത്തെ കാലയളവിന് ശേഷം എന്തുകൊണ്ട് മുഖ്യമന്ത്രി പദം BJP കടിയേറ വെച്ചു എന്ന വളരെ സുപ്രധാനമായ ചോദ്യം പാർട്ടി നേതാക്കൾക്കുള്ളിൽ പോലും MLA-മാർ ഉൾപ്പെടെയുള്ളവരെ ഉയർത്തുന്നുണ്ട്. ഒപ്പം തന്നെ പ്രതിപക്ഷമായിട്ടുള്ള RJD വലിയൊരു വിമർശനം ഉന്നയിക്കുന്നു. ഇത് നിതീഷ് കുമാറിന്റെ തീരുമാനമല്ല, അത് ഡൽഹിയിൽ നിന്നും അടിച്ചേൽപ്പിച്ച ഒരു തീരുമാനമാണ്. അദ്ദേഹത്തിന്റെ ഈ പറയുന്ന താൻ രാജിവെക്കുന്നു അല്ലെങ്കിൽ രാജ്യസഭയിലേക്ക് പത്രിക കൊടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിതീഷ് കുമാർ സോഷ്യൽ മീഡിയയിൽ ഇട്ട പോസ്റ്റ്, അത് നിതീഷ് കുമാർ അല്ല ചെയ്തത്, അത് അദ്ദേഹത്തിന് എഴുതി കൊടുത്തത് ഡൽഹിയിൽ നിന്നുമാണ് എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിമർശനമാണ് RJD ഉയർത്തുന്നത്. അദ്ദേഹം നിതീഷ് കുമാർ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് താൻ ഇപ്പോൾ MLC ആയി കഴിഞ്ഞു, MLA ആയിട്ടുണ്ട്, ലോക്സഭാ അംഗമായിട്ടുണ്ട്, ഇനി ഇപ്പോൾ അപ്പർ ഹൗസിൽ പാർലമെന്റിന്റെ അപ്പർ ഹൗസായ രാജ്യസഭയിൽ കൂടി അംഗമാകണമെന്നൊരു ആഗ്രഹം തനിക്കുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് താൻ ഈ മുഖ്യമന്ത്രി പദം രാജിവെക്കുന്നത് എന്നാണ് നിതീഷ് കുമാർ സോഷ്യൽ മീഡിയയിലെ കുറിപ്പിൽ പറയുന്നത്. പക്ഷെ അത് അങ്ങനെ അങ്ങ് വിശ്വസിക്കാൻ പൊതുസമൂഹത്തിന് കഴിയില്ല. കാരണം മുൻപ് പലപ്പോഴും മുഖ്യമന്ത്രി പദം മാത്രം ലക്ഷ്യമിട്ടുകൊണ്ട് ഒരുപക്ഷെ മുന്നണികൾ മാറി മാറി കളിച്ച് കളം മാറി കളിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് നിതീഷ് കുമാർ. അത്തരത്തിലൊരു വ്യക്തി പൊടുന്നനെ രാജ്യസഭയിലേക്ക് പോകണമെന്ന ഒരു ആഗ്രഹം മുൻനിർത്തിക്കൊണ്ട് മുഖ്യമന്ത്രി പദം BJP കടിയേറ വെക്കുമോ എന്നുള്ള ചോദ്യം അവിടെ ഉയരുന്നുണ്ട്. അപ്പോൾ പല കാര്യങ്ങളും ഇതിന് പിന്നിലുണ്ട്, പലതും ചീഞ്ഞു നാറുന്നുണ്ട് എന്നത് വളരെ വ്യക്തമാണ്. എന്തായാലും ബീഹാറിൽ ഇപ്പോൾ രാഷ്ട്രീയം വളരെ കലുഷിതമായിട്ട് തന്നെ നിൽക്കുകയാണ്. JDU ഒരുപക്ഷെ ഒരു പിളർപ്പിലേക്കോ പൊട്ടിത്തെറിയിലേക്കോ പോകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയുകയില്ല. അങ്ങനെ വന്നാൽ അത് കേന്ദ്ര ഭരണത്തെ ഉൾപ്പെടെ സ്വാധീനിക്കുമെന്ന കാര്യത്തിലും സംശയമില്ല.